ഇന്നൊരു മനുഷ്യൻ വന്നു കേട്ടോ, കാണിക്കാൻ വന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ പറ്റിച്ച കഥ നിങ്ങൾ ഷെയർ ചെയ്തിരുന്നല്ലോ എന്ന്. ആ മനുഷ്യൻ വളരെ സമ്മർദ്ദത്തിലായിട്ട് വരികയാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. നല്ലൊരാളാണ്, നല്ലൊരു വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. നോക്കുമ്പം അവരുടെ കുടുംബത്തിൽ ഒരാൾക്കാർ വലിയ ബിസിനസ് ശൃംഖല നടത്തുന്നവരാണ്. അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്, അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസം ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അതിൻ്റെ പേരിൽ അവർ ഇപ്പം പണം തിരിച്ചു കൊടുക്കുന്നില്ല, ലാഭവും കൊടുക്കുന്നില്ല, മുതലും കൊടുക്കുന്നില്ല. അതിൻ്റെ സമ്മർദ്ദത്തിൽ വന്നതാണ്. നല്ല ഹൃദയമിടിപ്പുകളൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട്. അസുഖങ്ങളൊക്കെ ശരീരത്തിൽ നീർവീക്കം വന്നിട്ട് അസുഖങ്ങളൊക്കെ കുറച്ച് മൂർച്ഛിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഉപ്പ, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചതുകൊണ്ടൊന്നും നമ്മളെ പണം തിരികെ കിട്ടില്ല. ഞാനും തുല്യ ദുഃഖിതനാണ്. പലപ്പോഴും എൻ്റെ കുടുംബക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര പണം കിട്ടാനുണ്ടായിട്ടും നീ എന്താ ഇങ്ങനെ ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത്? എൻ്റെ പണം തിരികെ കിട്ടുന്നത് വരെ ഞാൻ ടെൻഷൻ അടിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും, ഒരു സന്തോഷം പോലും, ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ വകട്ടില്ലായിരുന്നു. ഇത്രയേറെ ആൾക്കാർ പണം തരാനുണ്ട്. അവരോട് ഞാൻ ചോദിക്കാതിരുന്നിട്ടില്ല. നിയമ നടപടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, മറ്റ് പല നടപടികളിലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ലോജിക് ആക്ഷൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരിക്കലും എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ കാരണമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ, എന്നിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ, എന്നിൽ അതിനനുസരിച്ചുള്ള സ്ട്രെസ് ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അവർ വളരെ സുരക്ഷിതയായനെ. ജീവൻ പോയി എന്ന് പറയും. ഉപ്പാനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ ഉപ്പോളിൽ ഇൻഫ്ലമേറ്ററി മാർക്കറുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നീർവീക്കുണ്ടാക്കുന്ന മാർക്കറുകളാണ് വർദ്ധിച്ചത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഹൃദയമിടിപ്പുകൾ വർദ്ധിച്ചും ശ്വാസമുട്ടുകൾ കൂടിയുമൊക്കെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. എല്ലാം നീർവീക്കങ്ങളാണ്. ഇതിന് സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ്. അതിന് സാമ്പത്തിക സ്ട്രെസ്സായാലും മറ്റെന്ത് സ്ട്രെസ്സായാലും അത് വലിയൊരു ഫാക്ടറാണ്. ഉപ്പ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പൈസ തിരിച്ച് വാങ്ങിയെടുക്കാൻ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർ നോക്കിക്കോളും. പിന്നെ നിങ്ങളും അതിനനുസരിച്ച് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർ തിരിച്ചു തരൽ അവരുടെ ബാധ്യതയാക്കിക്കൊണ്ടേയിരിക്കുക. അവർ തരും. ഇനി അഥവാ ആ തരുമെന്ന പ്രതീക്ഷയിൽ നമ്മളെ ജീവൻ അസ്തമിച്ചാലും നമുക്ക് ജീവിതശൈലി രോഗങ്ങളോ മറ്റോ വരാതെ ജീവിതങ്ങൾ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. പാപം ആ മനുഷ്യനെ ആലോചിച്ച് പോവുക. ഈ അടുത്ത് മരിച്ചതാണ്. എനിക്ക് പണം തരാനുള്ള ഒരു വ്യക്തി കൊടുക്കാനുള്ള മറ്റൊരാളാണ്. ആ പാവം മരിച്ചു പോയത് സമ്മർദ്ദങ്ങൾ ഏറി അത് ശരീരത്തിൽ നീർവീക്കമായി, കൊറോണറി ആർട്ടറിയിൽ നീർവീക്കമായി ഹൃദയാഘാതം വന്നാണ്. സ്വന്തം മോളുടെ പണം എടുത്ത് കൊടുത്തതാണ്. പണമല്ല, സ്വർണം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ആ മനുഷ്യൻ ആ പണം ദുരുപയോഗം ചെയ്തു. അറിയാതെ ഈ മോറിസ് കോയിൻ, കീറിസ് കോയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പറ്റിക്കൽ ശൃംഖലയിലിട്ട് ആ പണം മുഴുവനും ഒരു വിലയും കൊടുക്കാതെ നശിപ്പിച്ച്, മറ്റൊരാളുടെ പണമാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ നശിപ്പിക്കപ്പെട്ടപ്പം അതിൽ സമ്മർദ്ദങ്ങളേറി ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ടതാണ്. പടച്ചോന മനുഷ്യനെ അനുഗ്രഹിച്ച് കൊടുക്കട്ടെ എന്ന് പറയാം. ഒരുപക്ഷെ ഒരു യോദ്ധാവ് മരിച്ചാലുള്ള അത്രയും വലിയൊരു കാര്യത്തോടെ ആയിരിക്കാം മനുഷ്യൻ മരിച്ചത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതുപോലുള്ള അവസ്ഥകൾ ഒരുപാട് സംജാതമാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പണം തരുന്നവരടുത്തു നിന്ന് അത് തിരിച്ചു വാങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു കാരണവശാലും കാരണം നമ്മളെ മനസ്സ് സമ്മർദ്ദത്തിലാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഉപ്പയോട് ഞാൻ പറഞ്ഞത്, ഉപ്പ, ഒരിക്കലും നിങ്ങളതിൽ സമ്മർദ്ദരാവരുത്, അല്ലേ?